Dear students, welcome to Learner's World. In this video, I'm going to talk about Marxism, Foundations of Literary Theory, FAUGP, Semester 5, BA English Language and Literature, Calcutta University. Marxism is a political, social, economic and literary theory based on the ideas of Karl Marx and Frederick Engels. കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് എംഗൽസിൻ്റെയും ആശയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹിത്യ സിദ്ധാന്തമാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഇറ്റ് ബിഗാൻ വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1848. 1848 പ്രസിദ്ധീകരിച്ച ദ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥത്തോടെയാണ് മാർക്സിസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. മാർക്സിസം സ്റ്റഡി സൊസൈറ്റി ബൈ ഫോക്കസിങ് ഓൺ ക്ലാസ് ഡിവിഷൻസ്, ഇക്കണോമിക് ഇൻഇക്വാലിറ്റി ആൻഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്. മാർക്സിസം സമൂഹത്തെ പഠിക്കുന്നത് സമൂഹത്തിലെ വർഗവിഭജനം, അതാണ് ക്ലാസ് ഡിവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇക്കണോമിക് ഇൻഇക്വാലിറ്റി, സാമ്പത്തിക സമത്വം, അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ ചൂഷണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് മാർക്സിസം സമൂഹത്തെ പഠിക്കുന്നത്. In literary studies, Marxism became very influential during the 1960s and 1970s. സാഹിത്യരംഗത്ത് 1960-70 കാലഘട്ടത്തിൽ മാർക്സിസം വളരെ സ്വാധീനമുള്ള വിമർശന സിദ്ധാന്തമായിട്ട് മാറി. ഇറ്റ് ബിലീവ്സ് ദാറ്റ് ലിറ്ററേച്ചർ റിഫ്ലക്ട്സ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് സൊസൈറ്റി. സാഹിത്യം സമൂഹത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണെന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. Marxism explains how society is organized through the relationship between economic power and social classes. എന്താണ് മാർക്സിസം എന്നാണ് പറയുന്നത്? സമൂഹത്തിലെ ഇക്കണോമിക് പവർ, സാമ്പത്തിക ശക്തിയും സോഷ്യൽ ക്ലാസ്, സാമൂഹിക വർഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് സമൂഹം പ്രവർത്തിക്കുന്നത് എന്ന് മാർക്സിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ഹിസ്റ്ററി ഈസ് ഡ്രിവൺ ബൈ ക്ലാസ് സ്ട്രഗിൾ ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രം മുന്നോട്ട് പോകുന്നത് ക്ലാസ് സ്ട്രഗിളിലൂടെയാണ്, അതായത് വർഗസമരത്തിലൂടെയാണ്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള പോരാട്ടമാണ് സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണം. മാർക്സ് ബിലീവ്ഡ് ദാറ്റ് ക്യാപിറ്റലിസം എക്സ്പ്ലോയിറ്റ് വർക്കേഴ്സ് ബൈ ഗിവിംഗ് മോസ്റ്റ് വെൽത്ത് ആൻഡ് പവർ ടു എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ക്യാപിറ്റലിസം, അതായത് മുതലാളിത്ത വ്യവസ്ഥ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും സമ്പത്ത് കുറച്ച് ആളുകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. He hoped that capitalism would eventually be replaced by socialism, finally by communism, where wealth and property are shared equally. പിന്നീട് ഇത് സോഷ്യലിസമായിട്ടും അത് കഴിഞ്ഞ് കമ്മ്യൂണിസമായിട്ടും മാറും എന്ന് മാർക്സ് വിശ്വസിക്കുന്നുണ്ട്. Marxism is based on materialism, which means that people's lives are shaped mainly by material and economic conditions rather than by ideas or religion. അതായത് കമ്മ്യൂണിസത്തിൽ സമ്പത്തും സ്വത്തും എല്ലാവർക്കും തുല്യമായിട്ട് പങ്കിടും. മാർക്സിസം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിസം അധിഷ്ഠിതമാണ്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യരുടെ ജീവിതത്തെ പ്രധാനമായും രൂപപ്പെടുത്തുന്നത് സാമ്പത്തികവും ഭൗതികവുമായിട്ടുള്ള സാഹചര്യങ്ങളാണ്, അല്ലാതെ മതമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് മേജർ കോൺസെപ്റ്റ്സ് ആണ് മാർക്സിസത്തിൻ്റെ. ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റലിസം. Capitalism is an economic system where factories, industries and business are privately owned. According to Marx, capitalism creates inequality because the rich become richer while workers are exploited. മുതലാളിത്തം, ക്യാപിറ്റലിസം, അതായത് മുതലാളിത്തം എന്നത് ഫാക്ടറികളും വ്യവസായങ്ങളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ്. അതിനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അതായത് മാർക്സിൻ്റെ അഭിപ്രായത്തിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു, സാമ്പത്തിക അസമത്വം ഒക്കെ ഈ ഒരു ക്യാപിറ്റലിസത്തിലൂടെ വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ക്ലാസ് സ്ട്രഗിളാണ്. വർഗസമരം. ക്ലാസ് സ്ട്രഗിൾ ഈസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ബൂർഷ്വാസി ആൻഡ് പ്രൊളിറ്റേറിയറ്റ്. ബൂർഷ്വാസി മീൻസ് ഓണേഴ്സ് ഓഫ് വെൽത്ത് ആൻഡ് ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊളിറ്റേറിയറ്റ് മീൻസ് വർക്കിംഗ് ക്ലാസ്. അതായത് ബൂർഷ്വാസി എന്ന സമ്പന്ന വർഗവും പ്രൊളിറ്റേറിയറ്റ് എന്ന തൊഴിലാളി വർഗവും തമ്മിലുള്ള സംഘർഷത്തെയാണ് വർഗസമരം എന്ന് പറയുന്നത്.
മാർക്സ് ബിലീവ്ഡ് ദാറ്റ് ദിസ് കോൺഫ്ലിക്റ്റ് ഈസ് ദ മെയിൻ ഫോഴ്സ് ബിഹൈൻഡ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. അപ്പോൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രത്തിലെ എല്ലാ സാമൂഹിക മാറ്റങ്ങൾക്കും കാരണം ഈ ഒരു ക്ലാസ് സ്ട്രഗിൾ ആണെന്നാണ്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഹിസ്റ്ററി ചേഞ്ചസ് ബിക്കോസ് ഓഫ് ഇക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ്സസ്. അതായത് ചരിത്രം മാറുന്നത് സാമ്പത്തിക സാഹചര്യങ്ങളുടെയും അതുപോലെ വർഗ സംഘർഷങ്ങളുടെയും പരിണതഫലമായിട്ടാണ്. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗൂഡ്സ് ഷേപ്പ് പൊളിറ്റിക്സ്, കൾച്ചർ, റിലീജിയൻ ആൻഡ് ലോസ്. അതായത് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, സമൂഹത്തിലെ രാഷ്ട്രീയം, സംസ്കാരം, മതം, നിയമം, വിദ്യാഭ്യാസം എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട്. One of the most important Marxist ideas is the relationship between base and superstructure. മാർക്സിസത്തിലെ തന്നെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് ബേസും സൂപ്പർസ്ട്രക്ചറും. ബേസ് റെഫേഴ്സ് ടു ദി ഇക്കണോമിക് സിസ്റ്റം ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ബേസ് എന്ന് പറഞ്ഞാൽ അടിത്തറ, സാമ്പത്തിക വ്യവസ്ഥയാണ് ബേസ്. ഇതിൽ ഉൾപ്പെടുന്നത് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, തൊഴിൽ, അതുപോലെ സമ്പത്തിൻ്റെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ. സൂപ്പർസ്ട്രക്ചർ ഇൻക്ലൂഡ്സ് പൊളിറ്റിക്സ്, ലോ, റിലിജിയൻ, എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഈ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്നത് രാഷ്ട്രീയം, നിയമം, മതം, വിദ്യാഭ്യാസം, സാഹിത്യം, കലാ, സംസ്കാരം തുടങ്ങിയിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു മാർക്സ്, ദ ഇക്കണോമിക് ബേസ് ഡിറ്റർമൈൻസ് ദ സൂപ്പർ സ്ട്രക്ചർ. വെൻ ദ ഇക്കോണമി ചേഞ്ചസ്, സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഐഡിയസ് ആൾസോ ചേഞ്ച്. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ബേസ്, സാമ്പത്തിക അടിത്തറയാണ് സൂപ്പർ സ്ട്രക്ചറിനെ നിർണ്ണയിക്കുന്നത്. സാമ്പത്തിക വ്യവസ്ഥ മാറുമ്പോൾ സമൂഹവും സംസ്കാരവും ആശയങ്ങളൊക്കെ മാറും. ഓക്കെ. മാർക്സ് ബിലീവ്ഡ് ദാറ്റ് ഓൾ ഹിസ്റ്ററി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്. അതായത് മാർക്സിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യ ചരിത്രം മുഴുവൻ വർഗ സമരങ്ങളുടെ ചരിത്രമാണ്, ക്ലാസ് സ്ട്രഗിൾസിൻ്റെ ചരിത്രമാണെന്നാണ് പറയുന്നത്. അണ്ടർ ക്യാപിറ്റലിസം ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഈസ് ബിറ്റ്വീൻ ദ ബൂർഷ്വാസി ആൻഡ് ദ പ്രൊലറ്റേറിയറ്റ്. അതായത് മുതലാളിത്തത്തിൽ തൊഴിലാളികൾ സമ്പത്ത് സൃഷ്ടിക്കുന്നു, അതിൻ്റെ ലാഭം ഉടമകൾക്കാണ് ലഭിക്കുന്നത്. വർക്കേഴ്സ് പ്രൊഡ്യൂസ് വെൽത്ത് ബട്ട് ദ ഓണേഴ്സ് റിസീവ് മോസ്റ്റ് ഓഫ് ദ പ്രോഫിറ്റ്. ദിസ് കോൺഫ്ലിക്റ്റ് ലീഡ്സ് ടു സോഷ്യൽ ചേഞ്ച് ആൻഡ് റെവല്യൂഷൻ. ഈ ഒരു അസമത്വം സാമൂഹിക മാറ്റത്തിനും വിപ്ലവത്തിനൊക്കെ വഴിയൊരുക്കുന്നു. Alienation means workers become separated from their work, the products they create and even from themselves. Alienation എന്ന് പറയുന്നത് തൊഴിലാളികൾ സ്വന്തം ജോലിയിൽ നിന്നും അവരെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥയാണ്. അതായത് മുതലാളിത്ത വർഗം എന്ത് ചെയ്യുന്നു, അതായത് തൊഴിലാളികൾ പ്രൊഡ്യൂസ് ചെയ്ത ബെനഫിറ്റ്സ് മുഴുവൻ അവരെടുക്കുന്നു. അതിൽ നിന്നും അകന്നു പോകുന്ന ഒരു വർഗ്ഗമാണ് തൊഴിലാളികൾ. അവരുടെ എഫേർട്ടിന് അവർക്ക് മതിയായ ഒരു നേട്ടം അവർക്ക് കിട്ടുന്നില്ല. അണ്ടർ ക്യാപിറ്റലിസം വർക്കേഴ്സ് ഡു നോട്ട് ഓൺ വാട്ട് ദേ പ്രൊഡ്യൂസ്. ദെയർ വർക്ക് ബിക്കം റിപ്പിറ്റേറ്റീവ് ആൻഡ് മെക്കാനിക്കൽ. ദേ ലൂസ് creativity and satisfaction. They become treated like machines instead of human beings. Alienation is one of the major problems created by capitalism. അതായത് ക്യാപിറ്റലിസം, മുതലാളിത്ത വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു പ്രശ്നമാണ് ഏലിയനേഷൻ, തൊഴിലാളികൾക്കിടയിൽ ഏലിയനേഷൻ എന്ന് പറയുന്നത്. അതായത് തൊഴിലാളികൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥർ അവരല്ല, അവരാണ്. അതുപോലെ ജോലി അവർക്ക് ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു യാന്ത്രികമായിട്ട് മാറുന്നു, വളരെ റിപ്പിറ്റേറ്റീവായിട്ട് ആവർത്തന വിരസത ഉണ്ടാക്കുന്നു. അവരുടെ കഴിവ് അവർക്ക് നഷ്ടപ്പെടുന്നു, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ സൃഷ്ടിപരത അവർക്ക് നഷ്ടപ്പെടുന്നു. മനുഷ്യരെ വെറും യന്ത്രങ്ങളെ പോലെയാണ് പരിഗണിക്കുന്നത്. ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രധാന ദോഷങ്ങളാണ്. അടുത്ത ഐഡിയോളജിയാണ്. ഐഡിയോളജി മീൻസ് എ സിസ്റ്റം ഓഫ് ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് ഐഡിയാസ് ത്രൂ വിച്ച് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റി. ഐഡിയോളജി എന്ന് പറഞ്ഞത് സമൂഹത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിശ്വാസങ്ങളുടെയും മൂല്യങ്ങളുടെയും ആശയങ്ങളുടെയും ഒരു സമാഹാരമാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ്, ദ റൂളിംഗ് ക്ലാസ് കൺട്രോൾസ് ഐഡിയോളജി. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ റൂളിംഗ് ക്ലാസ്, അതായത് ഭരിക്കുന്ന വർഗ്ഗക്കാർ ഈ ഒരു ഐഡിയോളജിനെ നിയന്ത്രിക്കുന്നു. ഇറ്റ് മേക്സ് ഇനീക്വാലിറ്റി അപ്പിയർ നാച്ചുറൽ ആൻഡ് ആക്സെപ്റ്റബിൾ. അതുകൊണ്ട് തന്നെ അസമത്വം നാച്ചുറലായിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറലായിട്ട്
ആളുകളെ വിശ്വസിപ്പിക്കുന്നു, അതുപോലെ അത് ആക്സെപ്റ്റബിൾ ആക്കുന്നു. പീപ്പിൾ മേ ബിലീവ് ദാറ്റ് പോവർട്ടി ഈസ് കോസ്ഡ് ബൈ ലേസിനെസ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ അൺഫെയർ എക്കണോമിക് സിസ്റ്റം. ആളുകൾ അവർ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ മടി കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവിടെ നടക്കുന്ന യഥാർത്ഥ ചൂഷണം അവർ തിരിച്ചറിയുന്നില്ല. ഫ്രെഡറിക് എംഗൽസ് കോൾ ദിസ് ഫാൾസ് കോൺഷ്യസ്നെസ് വെർ പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡ് ദ റിയൽ കോസ് ഓഫ് ഇനിക്വാലിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഫ്രെഡറിക് എംഗൽസ് ഇതിനെ ഫാൾസ് കോൺഷ്യസ്നെസ്, തെറ്റായ ബോധം എന്നാണ് വിളിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവിടെ എന്ത് ഇനിക്വാലിറ്റിയാണ്, എന്ത് ചൂഷണമാണ് നടക്കുന്നത്, എന്ത് അസമത്വമാണ് നടക്കുന്നതെന്ന്. ഫ്രഞ്ച് മാർക്സിസ്റ്റ് ക്രിറ്റിക്സ് ലൂയി ആൽത്തൂസർ ഡെവലപ്ഡ് മാർക്സ് ഐഡിയാസ് ഫർദർ. ഫ്രഞ്ച് മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള ലൂയി ആൽത്തൂസർ മാർക്സിൻ്റെ ആശയങ്ങളെ കൂടുതൽ വികസിപ്പിച്ചു. അതിൽ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേമാണ് ISA, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, അതുപോലെ RSA, റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. Ideological state apparatus. These are institutions that spread the ruling class ideas such as family, school, religion, media, literature, art. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഭരണവർഗത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, കുടുംബം, സ്കൂള്, മതം, മാധ്യമങ്ങൾ, സാഹിത്യം, കല തുടങ്ങിയിട്ടുള്ള. ഈ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, ദീസ് ഇൻക്ലൂഡ് പോലീസ്, ആർമി, കോർട്സ്, പ്രിസൺസ്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻ ദ പവർ ഓഫ് ദ റൂളിംഗ് ക്ലാസ് ത്രൂ ഫോഴ്സ് ഓഫ് കൺട്രോൾ. ഈ റിപ്രസീവ് അപ്പാരറ്റസിൽ വരുന്നതാണ് ഭരണവർഗത്തിൻ്റെ അധികാരം ബലപ്രയോഗത്തിലൂടെ നിലനിർത്തുന്ന സ്ഥാപനങ്ങൾ, പോലീസ്, സൈന്യം, കോടതി, ജയിലുകൾ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഈ റൂളിംഗ് ക്ലാസ്സിൻ്റെ, ഈ ഭരണവർഗത്തിൻ്റെ പവർ ഫോഴ്സിലൂടെ, കൺട്രോളിലൂടെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇൻ്റർപെലേഷനാണ്. Althusser explained that society calls individuals into accepting its beliefs. People think they are making free choices, but many of their ideas are shaped by ideology. Interpellation എന്ന് പറയുന്നത് സമൂഹം വ്യക്തികളെ അതിൻ്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇൻ്റർപെലേഷൻ. ആളുകൾ സ്വതന്ത്രമായി തീരുമാനമെടുക്കുകയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ ചിന്തകളെ സമൂഹത്തിലെ ഐഡിയോളജി സ്വാധീനിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ആൻ്റോണിയോ ഗ്രാംഷി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് ഹെജമണി. ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള ആൻ്റോണിയോ ഗ്രാംഷി അവതരിപ്പിച്ച ആശയമാണ് ഹെജമണി എന്ന് പറയുന്നത്. ഹെജമണി മീൻസ് ദ റൂളിംഗ് ക്ലാസ് കൺട്രോൾ സൊസൈറ്റി നോട്ട് ഓൺലി ത്രൂ ഫോഴ്സ് ബട്ട് ഓൾസോ ത്രൂ പീപ്പിൾസ് കൺസെൻറ്റ്. ഹെജമണി എന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസ്, ഭരണവർഗം ബലപ്രയോഗം കൊണ്ട് മാത്രമല്ല ജനങ്ങളുടെ കൺസെൻറ്റ് നേടിക്കൊണ്ടും, അതായത് അവരുടെ സമ്മതം നേടിക്കൊണ്ടും സമൂഹത്തെ നിയന്ത്രിക്കുന്ന രീതിയാണ് ഹെജമണി എന്ന് പറയുന്നത്. ത്രൂ സ്കൂൾസ്, റിലീജിയൻ, മീഡിയ, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ ദ റൂളിംഗ് ക്ലാസ് മേക്സ് ഇറ്റ്സ് വാല്യൂസ് സീം നാച്ചുറൽ ആൻഡ് നോർമൽ. സ്കൂളുകൾ, മതം, മാധ്യമങ്ങൾ, സാഹിത്യം, സംസ്കാരം എന്നിവ വഴി ഭരണവർഗത്തിൻ്റെ ആശയങ്ങൾ സ്വാഭാവികമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ആസ് എ റിസൾട്ട് ഓർഡിനറി പീപ്പിൾ ഓഫൺ ആക്സെപ്റ്റ് ഇൻഇക്വാലിറ്റി വിത്തൗട്ട് ക്വസ്റ്റനിങ് ഇറ്റ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് സാധാരണക്കാർ ഇനിക്വാലിറ്റിനെ, അസമത്വത്തെ ചോദ്യം ചെയ്യാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ സ്വീകരിക്കുന്നു. മാർക്സിസ്റ്റ് ക്രിറ്റിസിസം സ്റ്റഡീസ് ലിറ്ററേച്ചർ ബൈ കണക്റ്റിംഗ് ഇറ്റ് വിത്ത് സൊസൈറ്റി. മാർക്സിസ്റ്റ് വിമർശനം സാഹിത്യത്തെ സമൂഹവുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നു. ഇറ്റ് ബിലീവ്സ്, ഇത് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ലിറ്ററേച്ചർ റിഫ്ലക്ട്സ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ്. സാഹിത്യം സമൂഹത്തിൻ്റെയും സാമ്പത്തിക വ്യവസ്ഥയുടെയും പ്രതിഫലനമാണ്. റൈറ്റേഴ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ക്ലാസ് ആൻഡ് സൊസൈറ്റി. അതായത് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്, അദ്ദേഹത്തിൻ്റെ വർഗവും സാമൂഹിക പശ്ചാത്തലമൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ലിറ്റററി വർക്ക്സ് കണ്ടെയ്ൻ ഐഡിയാസ് അബൌട്ട് ക്ലാസ്, പവർ, ഇൻഇക്വാലിറ്റി ആൻഡ് ഐഡിയോളജി. അതായത് ഒരു ലിറ്റററി വർക്കിൽ, ഒരു സാഹിത്യത്തിൽ വർഗം, അധികാരം, അസമത്വം, ഇൻഇക്വാലിറ്റി, ഐഡിയോളജി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. ക്രിട്ടിക്സ് സ്റ്റഡി ഹിഡൻ മീനിങ്സ് റിലേറ്റഡ് ടു പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ്. സാഹിത്യത്തിൽ മറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക അർത്ഥങ്ങൾ വിമർശകർ കണ്ടെത്തുന്നു. അടുത്തത് മെത്തേഡ്സ് ഓഫ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസമാണ്. അതായത് മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൽ വരുന്ന കുറച്ച് മെത്തേഡ്സ്, രീതികൾ. ഓവേർട്ട് ആൻഡ് കോവേർട്ട് മീനിങ്സ്. ഓവേർട്ട് മീനിങ് ദ ഡിറക്റ്റ് ഓർ സർഫേസ് മീനിങ്. ഓവേർട്ട് മീനിങ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അർത്ഥമാണ്. കോവേർട്ട് മീനിങ് ദ ഹിഡൻ മീനിങ് റിലേറ്റഡ് ടു ക്ലാസ്, ഐഡിയോളജി ഓർ പവർ. വർഗം,
അധികാരം, ഐഡിയോളജി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് മറിഞ്ഞിരിക്കുന്ന മീനിങ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ്, എ റൈറ്റർ സോഷ്യൽ ക്ലാസ് ഓഫ് ഇൻഫ്ലുവൻസസ് ക്യാരക്ടേഴ്സ് തീംസ് ആൻഡ് ഐഡിയാസ്. അതായത് ഒരു എഴുത്തുകാരൻ്റെ സാമൂഹിക വർഗം ആ ഒരു എഴുത്തിലെ ക്യാരക്ടേഴ്സിനെയും തീംസിനെയും ഐഡിയാസിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ലിറ്റററി ഫോംസ് ഡെവലപ്പ് ബിക്കോസ് ഓഫ് ചേഞ്ചിങ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ്. അതായത് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വിവിധ സാഹിത്യ രൂപങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. റീഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് മേ ഇൻ്റർപ്രറ്റ് ദ സെയിം ടെക്സ്റ്റ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദയർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്. അതായത് വ്യത്യസ്ത കാലഘട്ടത്തിലെ വായനക്കാർ, പല കാലഘട്ടത്തിലുള്ള വായനക്കാരും ഉണ്ടാവും. അപ്പോൾ ഒരേ കൃതിയെ വ്യത്യസ്ത രീതിയിലാണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്. മാർക്സിസ്റ്റ് ബിലീവ് ദാറ്റ് ലിറ്റററി ഫോം, സ്റ്റൈൽ ആൻഡ് ടെക്നിക്സ് ഓൾസോ ക്യാരി പൊളിറ്റിക്കൽ മീനിങ്സ്. സാഹിത്യത്തിൻ്റെ ശൈലിയും അതുപോലെ അതിൻ്റെ ഫോംസ്, രൂപവും അതിൻ്റെ ടെക്നിക്സ്, സാങ്കേതികതകളും രാഷ്ട്രീയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നവയാണെന്ന് മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്തത്, മാർക്സിസ്റ്റ് റീഡിംഗ് ഓഫ് എ വർക്കർ റീഡ് ഹിസ്റ്ററി. എ വർക്കർ റീഡ് ഹിസ്റ്ററി എന്ന കവിതയുടെ ഒരു മാർക്സിസ്റ്റ് വായനയാണ്. ഈ മാർക്സിസം എങ്ങനെ ഈ ഒരു വർക്കിൽ, ഈ ഒരു ലിറ്റററി വർക്കിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ബെർട്ടോൾഡ് ബ്രെക്റ്റ്സ് പോം എ വർക്കർ റീഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ട്രഡീഷണൽ ഹിസ്റ്ററി. ദ പോം ആസ്ക് ഹൂ റിയലി ബിൽഡ് ഗ്രേറ്റ് സിറ്റീസ്, ഹൂ മെയ്ഡ് കിങ്സ് സക്സസ്ഫുൾ, ഹൂ സഫർഡ് വൈൽ റൂളേഴ്സ് സെലിബ്രേറ്റഡ് വിക്ടറി. അപ്പോൾ ബെർട്ടോൾഡ് ബ്രെക്റ്റിൻ്റെ എ വർക്കർ റീഡ് ഹിസ്റ്ററി എന്ന കവിത പരമ്പരാഗത ചരിത്രത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. കവിത ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഹൂ റിയലി ബിൽഡ് ഗ്രേറ്റ് സിറ്റീസ്, മഹത്തായ നഗരങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് നിർമ്മിച്ചത്? ഹൂ മെയ്ഡ് കിങ്സ് സക്സസ്ഫുൾ, രാജാക്കന്മാരെ വിജയികളാക്കിയത് ആരാണ്? തൊഴിലാളി വർഗ്ഗങ്ങളാണ്. ഹൂ സഫേർഡ് വൈൽ റൂളേഴ്സ് സെലിബ്രേറ്റഡ് വിക്ടറി, രാജാക്കന്മാർ വിജയാഘോഷം നടത്തുമ്പോൾ കഷ്ടപ്പെട്ടത് ആരാണ്? ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ദ പോം ആർഗ്യൂസ് ദാറ്റ് ഹിസ്റ്ററി പ്രൈസസ് കിങ്സ് ആൻഡ് ഹീറോസ് ബട്ട് ഇഗ്നോർസ് ദ ലേബർ ഓഫ് ഓർഡിനറി വർക്കേഴ്സ്. ഇറ്റ് ഹൈലൈറ്റ്സ് ക്ലാസ് സ്ട്രഗിൾ, എക്സ്പ്ലോയിറ്റേഷൻ, ഏലിനേഷൻ, ഹിഡൻ ലേബർ, ഐഡിയോളജി. അപ്പോൾ ഈ ഒരു കവിത ചരിത്രം രാജാക്കന്മാരെയും വീരന്മാരെയും മാത്രം പ്രശംസിക്കുകയും സാധാരണ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ, തൊഴിലാളികളുടെ അധ്വാനം അവഗണിക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഈ ഒരു കവിതയിൽ പ്രധാനമായിട്ട് കാണുന്ന മാർക്സിസ്റ്റ് ആശയങ്ങളാണ് ക്ലാസ് സ്ട്രഗിൾ, വർഗസമരം, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, അയലിനേഷൻ, അതുപോലെ ഹിഡൻ ലേബർ, മറഞ്ഞിരിക്കുന്ന തൊഴിൽ, ഐഡിയോളജി തുടങ്ങിയിട്ടുള്ള. ദ പോം എൻകറേജസ് റീഡേഴ്സ് ടു ക്വസ്റ്റ്യൻ ഒഫീഷ്യൽ ഹിസ്റ്ററി ആൻഡ് റെക്കഗ്നൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പീപ്പിൾ. അപ്പോൾ ഈ ഒരു കവിത വായനക്കാരെ പ്രേരിപ്പിക്കുന്നത്, അതായത് ഈ വർക്കിംഗ് പീപ്പിളിൻ്റെ, അതായത് ഈ ക്യാപിറ്റലിസം, തൊഴിലാളി വർഗക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലം ആഘോഷിക്കുന്നത് ആരാണ്? ക്യാപിറ്റലിസം, അതായത് മുതലാളി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു കവിത. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു മാർക്സിസത്തിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, മാർക്സിസം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി തിയറീസ് ബിക്കോസ് ഇറ്റ് കണക്ട്സ് ലിറ്ററേച്ചർ, സൊസൈറ്റി, പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ്. സാഹിത്യത്തെ സമൂഹത്തോടും രാഷ്ട്രീയത്തോടും സാമ്പത്തിക വ്യവസ്ഥയോടും ബന്ധപ്പെടുത്തി പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ഹൗ ക്ലാസ് ഡിവിഷൻസ്, ഐഡിയോളജി ആൻഡ് പവർ ഇൻഫ്ലുവൻസസ് ബോത്ത് റൈറ്റേഴ്സ് ആൻഡ് റീഡേഴ്സ്. അതായത് വർഗം, അധികാരം, ഐഡിയോളജി, സാമ്പത്തിക അസമത്വം, അതുപോലെ സാഹിത്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സാഹിത്യത്തെ സ്വാധീനിക്കുന്നു എന്ന് മാർക്സിസം വിശദീകരിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് മീനിങ്സ് ഇൻ ലിറ്റററി വർക്ക്സ് ആൻഡ് എൻകറേജസ് us to question inequality, exploitation and injustice. It remains one of the most influential approaches in modern literary. സാഹിത്യത്തിലെ മറഞ്ഞിരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്താനും ചൂഷണത്തെയും അനീതിയെയും ചോദ്യം ചെയ്യാനും മാർക്സിസ്റ്റ് വിമർശനം നമ്മെ സഹായിക്കും.